തഞ്ചാവൂർ മറാത്ത പാലസ് അഥവാ ശിവഗംഗ കോട്ട സമ്പന്നമായ തഞ്ചാവൂരിൻ്റെ സാംസ്കാരിക പ്രതീകം. AD 16-ാം നൂറ്റാണ്ടിൽ നായക് രാജവംശം പണികഴിപ്പിച്ച, പിന്നീട് വന്ന മറാഠ രാജാക്കന്മാർ വിപുലീകരിച്ച, അതിനുശേഷം വന്ന ബ്രിട്ടീഷുകാർ നിലനിർത്തിപ്പോന്ന ഇന്ന് കാണുന്ന തഞ്ചാവൂർ മറാത്ത പാലസ് ചിത്രകലകൾ സ്വാഗതം ചെയ്യുന്ന പ്രവേശന കവാടവും വിശാലമായ നടുമുറ്റവും ആയുധങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമായി ഒരുക്കിയ ആയുധ ടവറും ദർബാർ ഹാളും ക്ലോക്ക് ടവറും ലൈബ്രറിയും ആർട്ട് ഗാലറിയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹനീയ നിർമ്മിതി. ഇതെല്ലാം അടങ്ങിയ കൊട്ടാരത്തിലേക്ക് മെയിൻ റോഡിൽ നിന്നും സ്വാഗതമോതുന്ന പ്രവേശന കവാടം. പ്രവേശന കവാടത്തിന് ഇരുവശങ്ങളിലായി ആനകളുടെ രൂപം പണികഴിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം കടന്ന് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് കലാകൗതുകങ്ങളും ചിത്രപ്പണികളും വാസ്തുശാസ്ത്രവും അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ സൂക്ഷിച്ചിരുന്ന നാണയങ്ങൾ, കുത്തുപണികളോട് കൂടിയിട്ടുള്ള വെങ്കല പ്രതിമകൾ, ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമകൾ, കലാരൂപങ്ങൾ എന്നിവയുടെ പ്രദർശനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. വളരെ നല്ല വൃത്തിയോടും നല്ല അടുക്കും ചിട്ടയോടും കൂടി തന്നെ ഗ്ലാസുകളിലും ഫ്രെയിമുകളിലുമായി ഇവകളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. മുതിർന്ന ആളുകൾക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ഇങ്ങോട്ടുള്ള പ്രവേശന ഫീസ്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയുമാണ് ഇവിടുത്തെ സന്ദർശന സമയം. AD 16-ാം നൂറ്റാണ്ടിലാണ് നായക് രാജാക്കന്മാർ ഈ കൊട്ടാരം പണികഴിപ്പിക്കുന്നത്. നായക് രാജാക്കന്മാർ എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു വിഭാഗമാണ്. 13-ാം നൂറ്റാണ്ടിൽ കർണാടകയിലെ തുംഗഭദ്ര നദിയുടെ തീരത്ത് സ്ഥാപിച്ച നഗരമായിരുന്നു വിജയനഗര സാമ്രാജ്യം ശക്തി പ്രാപിച്ചപ്പോൾ സമീപ പ്രദേശങ്ങളിൽ പിടിച്ചെടുക്കുന്നതിനും ഭരണം നടത്തുന്നതിനുമായി അവർ ഗവർണർമാരെ നിയോഗിച്ചു. അവരെ വിളിക്കുന്ന പേരായിരുന്നു നായക് എന്നത്. ഈ നായക്കുകൾ ഭരിച്ചിരുന്ന എല്ലാ പ്രദേശങ്ങളിലും അവരുടെ സാമ്രാജ്യത്തിൻ്റെ പേര് നായക് സാമ്രാജ്യം എന്നും നായക് രാജാക്കന്മാരെന്നും അറിയപ്പെട്ടു. പിന്നീട് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടുകൂടി ഇവർ സ്വതന്ത്ര രാജാക്കന്മാരായി മാറി. എന്നാൽ 1674 മുതൽ ചരിത്രം മാറുകയും മറാത്ത പ്രദേശങ്ങളിൽ ഛത്രപതി ശിവജിയുടെ ശക്തി പ്രഭാവത്തോടെ കാര്യങ്ങൾ മാറിമറിയുകയും മറാത്ത സാമ്രാജ്യം സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തപ്പോൾ തഞ്ചാവൂരിൻ്റെ ചരിത്രവും മാറുകയായിരുന്നു. തഞ്ചാവൂർ ഭരണം മറാത്ത രാജാക്കന്മാർ ഏറ്റെടുക്കുകയും അവർ ഇവിടെ പിന്നീട് ചിത്രപ്പണികളും കൂടുതൽ സൗകര്യങ്ങളും കോട്ടകളും എല്ലാം പണിയുകയും ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. തഞ്ചാവൂരിൻ്റെ ബിഗ് ടെമ്പിളിൽ നിന്നും 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ കൊട്ടാരത്തിലേക്കുള്ളത്. തഞ്ചാവൂർ അടക്കി വാണിരുന്ന ചോള സാമ്രാജ്യത്തിൻ്റെ നിർമ്മിതിയായിരുന്നു ബിഗ് ടെമ്പിൾ. 10-ാം നൂറ്റാണ്ടിൽ സജീവമായിരുന്ന ചോള സാമ്രാജ്യം വലിയ കൊട്ടാരങ്ങളോ വസതികളോ നിർമ്മിച്ചിരുന്നില്ല. അവർ പ്രധാനമായും വസതികളായി നിർമ്മിച്ചിരുന്നത് കളിമൺ കൊണ്ടും മരങ്ങൾ കൊണ്ടും മറ്റും താൽക്കാലികമായ രൂപങ്ങളായിരുന്നു. പിന്നീട് കടൽ ക്ഷോഭത്തിലും പ്രകൃതിക്ഷോഭങ്ങളിലും അത് തകർന്നു പോവുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റും കരിങ്കല്ലുമില്ലാത്ത തഞ്ചാവൂരിലേക്ക് മൈലുകൾക്കപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന കരിങ്കല്ലുകൾ ഉപയോഗിച്ച് പണിത ബൃഹദീശ്വര ക്ഷേത്രവും ഒറ്റക്കല്ലുകളിൽ തീർത്ത പ്രതിമകളും വെങ്കല പ്രതിമകളുമെല്ലാം ഇന്നും മറാത്ത പാലസിനുള്ളിൽ പ്രതീകമായി സൂക്ഷിച്ചിരിക്കുന്നു. കരിങ്കല്ലില്ലാത്ത നാട്ടിൽ ഒറ്റക്കല്ലുകളിൽ പണികഴിപ്പിച്ചിട്ടുള്ള പ്രതിമകളും രൂപങ്ങളും കൊത്തുപണികളും അതുപോലെ തന്നെ ഭൂപ്രകൃതിയുടെ രൂപങ്ങളും എല്ലാം കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ്. ഈ അടുക്കി വെച്ചിട്ടുള്ള പ്രതിമകളും കൊത്തുപണികളും രൂപങ്ങളും ചിത്രപ്പണികളും പാത്രങ്ങളും നാണയങ്ങളും കരകൗശല വസ്തുക്കളും നമ്മെ വിളിച്ചോർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞുപോയ സാമ്രാജ്യങ്ങളുടെ കൈമുദ്രകളും കാൽപ്പാടുകളുമാണ്. മറാത്ത പാലസിലെ മറ്റൊരു അത്ഭുതമാണ് വെയിൽ സ്കെൽട്ടൻ അഥവാ തിമിംഗല അസ്ഥികൂടം. 1955-ൽ തരങ്കമ്പാടി കടപ്പുറത്ത് പല രൂപത്തിലായി അടിഞ്ഞുകൂടിയ ഈ എല്ലും കഷ്ണങ്ങൾ പെറുക്കിക്കൂട്ടി ഈ രൂപത്തിൽ ഒതുക്കി ഒരു പ്രദർശന കൗതുക വസ്തുവാക്കി ഒരുക്കുകയായിരുന്നു. ഇത് മറാത്ത പാലസിലെ ആയുധ ഗോപുരത്തിൻ്റെ 1-ാം നിലയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ബലീൻ വെയിൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ തിമിംഗലം 92 അടി നീളം അഥവാ 26 മീറ്റർ നീളവും
അതിനൊത്ത തൂക്കവും വ്യാസവുമുള്ള ഒരു അസ്ഥികൂടമാണ്. ഒരു കൊട്ടാരത്തിൻ്റെ ആയുധപുരയിൽ ഇത്തരം ഒരു കൗതുക വസ്തു, അതും ഒരു മത്സ്യത്തിൻ്റെ എല്ലുകൾ സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളത് ഒരു കൗതുകമായി തുടരുന്നു. കുട്ടികൾക്കും ചരിത്ര പഠന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വിനോദസഞ്ചാര യാത്രികർക്കും ഇതൊരു അത്ഭുതവും കൗതുകവുമായി നിലകൊള്ളുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മരം കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഒരു വെയിലിൻ്റെ രൂപം പണിതു എന്നേ തോന്നൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു അസ്ഥികൂടം തന്നെയാണ്. അതാണ് ഇതിൻ്റെ അത്ഭുതവും. വെയിൽ അസ്ഥികൂടത്തിൻ്റെ മുന്നിലുള്ള ഡോറിലൂടെ ഓപ്പൺ ടെറസിലേക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ടെറസിലൂടെ ഇങ്ങനെ നടക്കാവുന്നതാണ്. ഓപ്പൺ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ ആയുധപുരയുടെ 8 നിലകൾ നമുക്ക് കാണാം. അങ്ങോട്ട് ആളുകൾക്ക് പ്രവേശനമില്ല, അത് ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പ്രദേശത്ത് നിന്ന് അതിൻ്റെ ഉയരവും ഭംഗിയും ഒക്കെ നമുക്ക് നോക്കി കാണാവുന്നതാണ്. വളരെ വൃത്തിയായിട്ടാണ് ഇതെല്ലാം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നത്. പെയിൻറ്റിങ്ങിലായാലും അതുപോലെ തന്നെ അതിൻ്റെ ശുചീകരണത്തിലായാലും എല്ലാം അതിൻ്റെ പുതുമ നിലനിർത്തി പോരുന്നു എന്നുള്ളതാണ് മറ്റൊരു മേന്മ. ആയുധപുരയുടെ മുന്നിലുള്ള ഓപ്പൺ ടെറസിലും അതുപോലെ തന്നെ ഇതിൻ്റെ പിൻഭാഗത്തുള്ള ഓപ്പൺ ടെറസിലേക്കും നമുക്ക് പ്രവേശനമുണ്ട്. ആ 2 ഭാഗത്തു നിന്നും ഇത് ഇങ്ങനെ നോക്കി കാണാവുന്നതാണ്. വളരെ തലയെടുപ്പോടും ഭംഗിയോടും ഇതിങ്ങനെ നിൽക്കുന്നു. ഇത് ഭരണനിർവഹണ കാലത്ത് ഒരു വാച്ച് ടവറായും ഉപയോഗിച്ചിരുന്നു. ആയുധപുരയുടെ 1ാം നിലയിലേക്ക് കയറാൻ ഒരു ഇടുങ്ങിയ കോണിയാണ് ഉള്ളത്. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ ഇത് ഒരു ഇടുങ്ങിയ കോണിയായി തോന്നുമെങ്കിലും അന്നത്തെ കാലത്ത് ഇത് വലിയ വിസ്താരമുള്ള കോണിയാകാം. ഇതിൻ്റെ സ്റ്റെപ്പുകളുടെ ഉയരം എന്ന് പറയുന്ന പോലെ 6 ഇഞ്ച് ഉയരമല്ല, അതിനേക്കാളും മുകളിൽ ഉയരമുള്ള ഓരോ സ്റ്റെപ്പുകളാണ്. അതുകൊണ്ട് തന്നെ പ്രായമുള്ളവർക്കും കാൽമുട്ടിന് വേദന ഉള്ളവർക്കുമെല്ലാം ഇത് കയറി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത്തരം ആളുകൾ പലരും മുകളിലോട്ട് കയറൊന്നുമില്ല. അങ്ങനെ കുറേ പേർ താഴെ ഇരിക്കുന്നതായി കണ്ടു. കുറച്ച് ബുദ്ധിമുട്ടിയാലും മുകളിൽ എത്തുക എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. കാരണം അവിടെയാണ് തിമിംഗലത്തിൻ്റെ അസ്ഥികൂടം സൂക്ഷിച്ചിട്ടുള്ളത്. അത് കണ്ട് നമുക്ക് അതിൻ്റെ അത്ഭുതം കണ്ടറിയാവുന്നതാണ്. ഈ കോണി ഇറങ്ങി താഴെ എത്തുന്നതോടുകൂടി നമ്മൾ കാണുന്നത് ഇതിൻ്റെ നടുമുറ്റമാണ്. നടുമുറ്റവും അതിൻ്റെ ചുറ്റുഭാഗവും ഒരുക്കിയിട്ടുള്ള നടപ്പാതകളും, വരാന്ത പോലെ ഒരുക്കിയിട്ടുള്ള നടപ്പാത വളരെ ഭംഗിയാണ് ഇതിലൂടെ നടന്ന് ചുറ്റുപാടും കാണുന്നതിന്. വരാന്തയിലൂടെ ഈ നടന്ന് നീങ്ങുമ്പോൾ നമ്മൾക്ക് ഓരോ സൈഡിലും ഒറ്റക്കല്ലിൽ പണി തീർത്തിട്ടുള്ള രൂപങ്ങളും പ്രതിമകളും ജീവികളുടെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും രൂപങ്ങളും കാണാവുന്നതാണ്. നടുമുറ്റത്ത് നല്ലൊരു ഉദ്യാനം ഒരുക്കിയിട്ടുണ്ട്. നടന്നു നീങ്ങുന്ന വഴികളിൽ ഇരിക്കാനുള്ള ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട്. താഴെ നിലകളിലുള്ള ചില റൂമുകളിൽ തമിഴ്നാട് പുരാവസ്തു വകുപ്പിൻ്റെ ഓഫീസുകളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ ഉദ്യോഗസ്ഥർ അവിടെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുണ്ട്. മറാത്ത പാലസ് എന്നത് ചെറിയ ഒരു പാലസാണ്. മൈസൂർ പാലസ് അല്ലെങ്കിൽ ബാംഗ്ലൂർ പാലസ് അതല്ലെങ്കിൽ മധുര പാലസ് പോലെ വിശാലമായ ഒരുപാട് ഇടങ്ങളുള്ള ഒരു പാലസല്ല. അത്തരം പാലസുകൾ കണ്ട ആളുകൾക്ക് ഇതൊരു കൗതുകമല്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ ഓരോ രാജഭരണത്തിന് കീഴിലും അവരുടെ വസതികളും കൊട്ടാരങ്ങളും എല്ലാം ഉണ്ടാവും. അതിൻ്റെ മേന്മകളും അതിൻ്റെ ചരിത്ര സ്മാരകങ്ങളും അവരുടെ നിർമ്മിതിയുടെ നൈപുണ്യങ്ങളും കണ്ടറിയുക, തൊട്ടറിയുക, പഠിക്കുക എന്നുള്ളതാണ് നാം ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ മറ്റൊരു അത്ഭുതമാണ് സരസ്വതി മഹാലക്ഷ്മി ലൈബ്രറി. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ലൈബ്രറിയാണ് ഇത്. രാജാവായിരുന്ന സർഫോജി രണ്ടാമൻ ആണ് ഈ ലൈബ്രറി ഈ കാണുന്ന രൂപത്തിൽ വിപുലീകരിച്ച് വിജ്ഞാന കേന്ദ്രമാക്കി സ്ഥാപിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് താളിയോല ഗ്രന്ഥങ്ങളും പുരാതന ഭൂപടങ്ങളും മനുസ്മൃതികളും മറ്റു ഗ്രന്ഥങ്ങളും എല്ലാം കൂടി 60,000-ൽ പുറം ഗ്രന്ഥങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. ഒരിക്കലെങ്കിലും സന്ദർശിച്ച് ബോധ്യപ്പെടേണ്ട ഒരിടം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്